ഹലോ, കർക്കിടക മാസമൊക്കെ തുടങ്ങിയോണ്ട് രാവിലെ തന്നെ കുളിച്ച് ഞാൻ അമ്പലത്തിലൊക്കെ പോയി സാധൊക്കെ മേടിച്ച് വന്ന്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഒരു സംഭവം അന്വേഷിച്ചിറങ്ങിയതാ. വേറൊന്നുമല്ല, മുക്കുറ്റിയാണ്. പണ്ടൊക്കെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറേ അന്വേഷിച്ചാൽ എവിടെന്നെങ്കിലൊക്കെ ഒരെണ്ണം കിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് കിട്ടി ഭാഗ്യത്തിന് ഒരെണ്ണം. ഇതെന്തിനാണ് പറിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രാമായണ മാസം ആകുമ്പോൾ ഈ മുക്കുറ്റിയൊക്കെ എടുത്ത് നമ്മൾ ചന്ദനമൊക്കെ പോലെ തൊടും. എന്തിനാണ് തൊടണേന്നൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ഇത് അതിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരയ്ക്കുമ്പോൾ നമുക്കൊരു തിക്ക് പേസ്റ്റ് കിട്ടും. ഒരു ഡാർക്ക് ഗ്രീൻ കളർ. അത് നമ്മൾ ചന്ദനമൊക്കെ പോലെ തൊടും. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. നമ്മുടെ നെക്സ്റ്റ് പരിപാടി മൈലാഞ്ചി ഇടലാണ്. കുറേ നാളായി ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട്. എൻ്റെ വയറ്റിൻ്റെ തറവാടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മൈലാഞ്ചിയൊക്കെ കിട്ടി. അപ്പോൾ അത് പറിച്ചെടുത്ത് ഞാൻ മൈലാഞ്ചി അരയ്ക്കാമെന്ന് വിചാരിച്ച് അതിനൊക്കെ എടുത്ത് കുറച്ച് നുള്ളിപ്പറക്കി ഇല മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് നേരെ അച്ഛന്മാരുടെ അടുത്തേക്ക് വിട്ടു. എനിക്ക് അമ്മിയിൽ അരയ്ക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല. പിന്നെ അച്ഛമ്മ എക്സ്പേർട്ട് ആയതുകൊണ്ട് അച്ഛമ്മ വേഗം അരച്ച് തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടു കൊടുത്തതാണ്. അമ്മാമ്മ അതുകൊണ്ട് തന്നെ അരച്ചൊക്കെ തന്നു. പിന്നെ എൻ്റെ നെക്സ്റ്റ് ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കളർ ഉണ്ടാവുമെന്നാണ്. പക്ഷേ അരച്ച് കഴിഞ്ഞപ്പോൾ അമ്മാമ്മയുടെ കൈ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ അമ്മാമ്മൻ്റെ അടുത്ത് ചോദിച്ചു കളർ ഉണ്ടാവുമോ ഇല്ലേന്നൊക്കെ. അപ്പോൾ അമ്മാമ്മ എന്ത് ചെയ്ത് അരച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മാമ്മൻ്റെ കൈ എനിക്ക് കാണിച്ചത് കണ്ടില്ലേ, നല്ല കളർ ഉണ്ടായിരുന്നു. ഓറഞ്ച് കളറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചേർക്കണ്ടല്ലോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്താ കയ്യിലിടണം. എനിക്ക് പ്രത്യേകിച്ച് ഡിസൈനൊന്നും വരയ്ക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഒരു വട്ടൊക്കെ വരച്ച് 2-3 കുത്തൊക്കെ ഇട്ട് ഞാൻ എൻ്റേതായ കുറച്ച് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഞാൻ ഇട്ട മൈലഞ്ചിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ വേഗം പോയി കഴുകി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെന്താ, വിളക്കൊക്കെ വെച്ച് രാമായണമൊക്കെ ചൊല്ലി. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.